നമ്മളൊന്ന് ഒരു ദേഷ്യം തീരെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ അയാളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ വുഡ് ഫുള്ള് പോയ ഒരാളെ തിരിച്ച് ബാലൻസിലേക്ക് എത്തിക്കാൻ കുറച്ച് അറിവുണ്ടെന്നുണ്ടെങ്കിൽ, തിരിച്ചറിവുണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കുന്നതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അതെങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മളാണ് കേട്ടോ, ഇത് സെൽഫ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കണക്ഷൻ. നമ്മൾ സോഷ്യലായിട്ട് ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവും. നമ്മളെ കുട്ടികളായിട്ടും നമ്മുടെ മാതാപിതാക്കളായിട്ടും നമ്മുടെ ഫ്രണ്ടായിട്ടും നമ്മളെ ഉമ്മ ആയിട്ടും ചിൽഡ്രൻ നമ്മളെ കുട്ടികളായിട്ടൊക്കെ ഉണ്ടാവും ഓരോരുത്തർ നമ്മളെ കൂടെ. അപ്പോൾ രണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇയാൾ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. ഇയാളുടെ കറൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദേഷ്യമാണ് കേട്ടോ. ഇത് ദേഷ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഭവമാണിത്. അപ്പോൾ ഇയാൾ ദേഷ്യത്തിലാണ് എന്നതിൻ്റെ അർത്ഥം ഇയാളിപ്പോൾ ഭയങ്കര വീക്കാണ്, വീക്ക് സിറ്റുവേഷനിലാണുള്ളത്. അപ്പോൾ ഈ വീക്ക് സിറ്റുവേഷൻ നമ്മളായിട്ട് കണക്റ്റ് ആവുമ്പോൾ നമുക്കും ദേഷ്യം വരുന്ന സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കോൺഫ്ലിക്റ്റ് ആയിരിക്കും, തർക്കമായിരിക്കും. ആ തർക്കം കാരണം ഇവിടെ പലതും സംഭവിക്കും. അടിപിടി ഉണ്ടാവും, ഫിസിക്കൽ ഡാമേജ് ഇയാൾക്ക് സംഭവിക്കാം, ഇയാൾക്ക് സംഭവിക്കാം. നമ്മൾ ഓരോന്ന് വായോണ്ട് പറയുമ്പോൾ, തർക്കത്തിൻ്റെ ഇടയിൽ പറയുമ്പോൾ ആ സംസാരം കൊണ്ടുള്ള മുറിവ് രണ്ട് പേർക്കും ഉണ്ടാവാം. അങ്ങനെ മൊത്തത്തിൽ ഒരു കയോട്ടിക് സിറ്റുവേഷനാണ് ഈ സിറ്റുവേഷനിൽ ഉണ്ടാവുക. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങളാണ്, അല്ലെങ്കിൽ ഇത് നമ്മളാണ്, ഇത് നമ്മളെ ഫ്രണ്ടാണ്, നമ്മളെ കണക്ഷനാണ്. അപ്പോൾ ഇയാൾ കാമാണ്, ഇയാളെപ്പോഴും കാമാണ്. ഇയാളൊരു സ്ട്രോങ് പേഴ്സണാണ്, സ്ട്രോങ് പേഴ്സൺ. ഇയാളും സ്ട്രോങ് പേഴ്സണാണ്. അതായത് നമ്മളും സ്ട്രോങ് പേഴ്സണാണ്, രണ്ടാളും ഒരേപോലെ. അപ്പോൾ റിസൾട്ട് എപ്പോഴും കാമനായിരിക്കും. അവിടെ തർക്കവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടുപേർക്കും വിവേകമുണ്ട്, തിരിച്ചറിവുണ്ട്, രണ്ടുപേർക്കും ഇമോഷണൽ ഐക്യമുണ്ട്. ആ സിറ്റുവേഷനിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റിന് സാധ്യതയില്ല. പക്ഷേ ഇനി കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിറ്റുവേഷനാണ് ഈ സിറ്റുവേഷൻ. അതായത് ഇയാൾ ആംഗ്രി ആണ്, ഇയാൾ ഭയങ്കര ദേഷ്യത്തിലാണ്, നമ്മളെ കണക്ഷൻ. നമ്മൾ കാമാണ്. ഈ സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇയാൾ വീക്കാണ്, ഇയാൾ സ്ട്രോങ് ആണ്. അതായത് നമ്മൾ സ്ട്രോങ് ആണ്. ഈ സിറ്റുവേഷനിൽ ഈ കാംനെസ് ഇങ്ങോട്ട് സ്പ്രെഡ് ആവും ഓവർ ടൈം. കുറച്ച് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടിരുന്നാൽ ഈ ആംഗ്രിനെസ് പോയിട്ട് ഇവിടെ മൊത്തത്തിൽ റിസൾട്ട് കാമാവും. കുറച്ച് ടൈം എടുത്താലും ഈ രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിരിച്ചറിവുകൾ വേണം. ആ തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്, എങ്ങനെ ചിന്തിക്കാം, ഈ ഒരു സിറ്റുവേഷനിൽ, കയോട്ടിക് സിറ്റുവേഷനിൽ നമ്മുടെ ചിന്തകൾ എങ്ങനെ പോകണം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ക്വിക്കായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇയാളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആംഗ്രിയാണ്. അപ്പോൾ ഈ ആങ്കർ ഇങ്ങോട്ട് വ്യാപിക്കാനാണ് സകല വിധ ചാൻസുകളുള്ളത്. അത് വ്യാപിക്കാതിരിക്കാൻ നമ്മൾ ഇയാൾ വിവേകമുള്ള സ്ട്രോങ് ആൾ ഇയാളെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കണം. ആ സ്റ്റേറ്റിൽ എന്തൊക്കെ ചിന്തിക്കണം? ഇയാളെ മെയിനായിട്ട് ചിന്തിക്കേണ്ടത് ഇയാളെപ്പോൾ ദേഷ്യത്തിലാക്കാനുള്ള മൂലപ്രധാന കാരണങ്ങൾ എന്താണെന്നുള്ളത് ഡീപ്പായി ചിന്തിക്കണം. അതിൻ്റെ പിന്നിലുള്ള തോട്ട് പ്രോസസ്സ്, കാര്യങ്ങൾ, അയാളുടെ ഇമോഷണൽ സ്റ്റേറ്റ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാൾ ഇത്രയും കാലം ജീവിച്ച സിറ്റുവേഷൻ, അയാളുടെ ഇങ്ങനെ ദേഷ്യം വരുന്ന ശീലക്കാരനാണോ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അതേപോലെ ഇയാൾക്ക് വേണ്ട കെയർ ഒന്നും കിട്ടിയിട്ടില്ലേ, ലാസ്റ്റ് നൈറ്റ് തീരെ എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു, ഇയാൾ എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും പ്രോബ്ലത്തിൽ കുടുങ്ങി മനസ്സ് വീർപ്പ് മുട്ടി നിൽക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാളെ പറ്റി ഈ സ്ട്രോങ് പേഴ്സൺ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ദേഷ്യം നമ്മളിലേക്ക് പകരാതെ ഒരു കാറ്റാസ്ട്രോഫിക് ഫെയിലിയർ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതെ ഇയാളെ പറ്റിയിട്ട് സിമ്പത്തൈസ് ചെയ്യാൻ, ഇയാളുടെ ഈ പ്രശ്നത്തിൽ അയാൾക്ക് അനുകൂലമായിട്ട് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ആയിരിക്കും ഇയാൾ ചിന്തിക്കുക. അപ്പോൾ ഇയാളോടൊരു ദേഷ്യമില്ല തിരിച്ചു വരിക, പകരം സ്നേഹമാണ് വരിക. സ്നേഹം, സഹതാപവും ആണ് ഇയാളെ പറ്റിയിട്ട് വരിക. കാരണം ഇയാളുടെ ഈ വീക്ക്നെസ് ഈ സ്ട്രോങ് പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഒരു സഹതാപവും കാര്യങ്ങളും ഇയാളോട് വരും. അങ്ങനെ ഏത് സിറ്റുവേഷനിലും, ഈ സിറ്റുവേഷനാണ് വെരി കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത്.
ഇഷ്യൂ. ഇത് നമ്മളെ കുട്ടികളെ കേസിൽ വരാം. കുട്ടികളെ ഒരു ദേഷ്യം വന്നിട്ട് അടിക്കുന്നതും ചീത്ത പറയുന്നതും ആ കാര്യങ്ങളൊക്കെ ഇതിൽ പെടും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ എപ്പോഴും ചിന്തിക്കാൻ പറ്റിയാൽ നമ്മൾ ഒരു ദേഷ്യമില്ലാത്തൊരു ബാലൻസിലേക്ക് നമുക്ക് വരും. വുഡ് ബാലൻസിലേക്ക് തിരിച്ചു വരും.